നമസ്കാരം. ട്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം അഞ്ചലിൽ +1 വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചു. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സഹപാഠിയെ ആക്രമിച്ചത്. പരിക്കേറ്റ് +1 വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സഹപാഠിയെ അച്ഛനെ വിളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കുട്ടിയെ മർദ്ദിച്ചത്. നിരവധി പേർ ചേർന്ന് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുകയാണ്. അതിക്രൂരമായ ആക്രമണത്തിന് ശേഷം +1 വിദ്യാർത്ഥിയെ വലിച്ചെറിയുന്ന രംഗങ്ങളും ദൃശ്യങ്ങളിലുണ്ട്. കലാലയങ്ങളിൽ നടക്കുന്ന ഇത്തരം ഭീകരമായ സംഭവങ്ങളെ ബന്ധപ്പെട്ട അധികാരികൾ ഗൗരവത്തോടെ കാണണം എന്നാണ് പൊതുവെയുള്ള ആവശ്യം. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നടത്തണം. കേരളത്തിലാകമാനം കോളേജുകളിലും സ്കൂളുകളിലും നടന്നുവരുന്ന ആക്രമണ സംഭവങ്ങളും റാഗിങ്ങുകളും മാതാപിതാക്കളെ വളരെയേറെ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സ്കൂളിലേക്ക് വിടുവാൻ ഭയപ്പെടുന്ന ഒരു കാലത്തിലേക്ക് രക്ഷിതാക്കൾ എത്തുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങളിൽ കൂടി വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളിൽ ഗൗരവമായ ഇടപെടലുകൾ ബന്ധപ്പെട്ട അധികാരികൾ നടത്തി കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കർശനമായ നിയന്ത്രണവും നിരീക്ഷണവും ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. അഞ്ചലിലെ കുട്ടിയെ ആക്രമിച്ച സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ന്യൂസ്. അവിടെങ്ങും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല. ഞാൻ 9 മണിക്ക് കടയിൽ നിന്ന് വന്നപ്പോഴാണ് ഇങ്ങനെ ഇത് പറയുന്നത്. അന്നേരമാണ് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ സ്റ്റേഷനിൽ വന്നത് പരാതി എഴുതി കൊടുത്തിട്ട് ഇനി വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോകും. അവന് തലയ്ക്ക് ബാക്ക് വശമൊക്കെ വേദനയാണെന്ന് പറയുന്നു. അപ്പോൾ ഇനിയും പോയി സ്കാൻ ചെയ്ത് അതിൻ്റെ ഡോക്ടറെ കാണാനുള്ള കാര്യമാണ് നോക്കുന്നത്. വീഡിയോ കൊണ്ട് ആരും സഹിക്കത്തില്ല. കുട്ടികളുടെ ഇടയിലുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം മൂലം ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ്. സ്നേഹം നടിച്ച് സൗഹൃദം നടിച്ച് തോളിൽ കൈയിട്ട് ഇവനെ വിളിച്ചോണ്ട് പോയിട്ട് 3 പേര് ക്രൂരമായി മർദ്ദിച്ച്, ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല, എടുത്തെറിയുകയും ആക്ഷേപം പറയുകയും ഒക്കെ ചെയ്തിട്ട് അവനെ ചുരുട്ടി അവിടെ എറിഞ്ഞിട്ട് ഇവർ പോവുകയാണ്. ഒരു വീഡിയോ എടുത്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു വീഡിയോ എടുത്തിട്ട് അവർ അത്രമാത്രം പാട്ട് പാടി ഉല്ലസിക്കുകയാണ്. ഇവൻ ചത്തടാന്നാ പറയുന്നത്. അവസാനം എന്റെ കുഞ്ഞിനാരും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ചെറിയ ക്ലാസ് മുഴുവൻ എന്നോടൊപ്പമാണ് വന്നതും പഠിച്ചതും ഞാനാണ് പഠിപ്പിച്ചത്. പക്ഷേ അക്കാഡമിക് സൈഡിലോ ഇല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടിട്ടുള്ള പെരുമാറ്റത്തിലോ യാതൊരു മിസ്ബിഹേവിയറും കാണിക്കാത്ത ഒരു കുട്ടിയായിരുന്നു. അത് സ്കൂൾ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ തന്നെ അറിയാം. അപ്പോൾ തന്നെ നമ്മൾ സ്കൂളിലെ പ്രിൻസിപ്പലിനെയും അവൻ്റെ ക്ലാസ് ടീച്ചർ മിനി ടീച്ചറിനെയും വിവരം അറിയിക്കുകയും ടീച്ചറും എപ്പോഴും ഇങ്ങനെ വിളിച്ച് വിവരങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്കും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അവൻ്റെ വയറിൻ്റെ പ്രശ്നമുണ്ട്, അവൻ്റെ യൂറിനറി അതിൻ്റെ പ്രശ്നമുണ്ട്, തോളിന് വേദനയുണ്ട്. ഇപ്പം എഴുന്നേക്കാൻ വയ്യായിരുന്നു. ഇപ്പം ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. മുതുവെല്ലാം മാന്തിപ്പറിച്ച രീതിയിലുണ്ട്, കൈക്ക് ചതവുണ്ട്, അത് ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്. ഇന്ന് ചെന്നിട്ട് വീണ്ടും സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ കുട്ടികളെ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ സ്കൂളുകൾ, കലാലയ അന്തരീക്ഷങ്ങൾ ഏറ്റവും സൗഹൃദപരമായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വേണം. നമ്മുടെ പൊന്നോവനകളാണ്. അവരെ നന്നായി വളർത്തിയെടുക്കാൻ കൂലിവേലക്കാരനാണ് അവൻ്റെ പിതാവ്. ഇതുപോലെ കൂലിവേല ചെയ്ത് കഷ്ടപ്പെട്ട് സ്കൂളിലേക്ക് വിടുന്ന കുട്ടികൾ അതിക്രൂരമായി ഇങ്ങനെ മർദ്ദിച്ച്, ഒരു പക്ഷേ ആ പിടിച്ചെറിയുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ തല എവിടെയെങ്കിലും ചെന്ന് തല ഇടിച്ചു എന്നുള്ളതാണ്. കണ്ണടച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? ആർക്കാണില്ലാതെ പോകുന്നത്? ഇത്ര അമ്മമാരും അച്ഛന്മാരും ഇതുപോലുള്ള രംഗങ്ങൾ കണ്ടിട്ട് അവരുടെ ഹൃദയം തകർത്ത് അവർക്ക് കുഞ്ഞുങ്ങളിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. സാറിന് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എത്ര ക്രൂരമായിട്ടാണ് സൗഹൃദം നടിച്ച് കൊണ്ടുപോയിട്ട് ഈ വേല കാണിച്ചിരിക്കുന്നത്. 3:30 സ്കൂൾ വിട്ട് നടന്ന് ബസ് കയറാൻ വന്നപ്പം അതിനകത്ത് ഒരുത്തൻ എൻ്റെ കഴുതി പിടിച്ചിട്ട് വന്നിട്ട് ഇങ്ങോട്ട് കാര്യം പറയണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നില്ലെന്ന് പറഞ്ഞപ്പം വേറെ അടുത്ത് വന്ന് തന്നെ കോളറി കുത്തി പിടിച്ച് അടിച്ച് മുന്നേ 3 അമ്മമാരോട് എന്നെ അടിച്ച് തറയിട്ട്. അപ്പോഴത്തേക്കും എല്ലാവരും എല്ലാ ആൾക്കാർ വന്നപ്പന്മാരെല്ലാം കൂടെ പോയി.